2003 മാർച്ച് 14 ഒരു വെള്ളിയാഴ്ച. ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്റ്റൺ നഗരം. വൈകുന്നേരമായതോടെ പബ്ബുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നത്തെയും പോലെ ഹോബിറ്റ് പബ്ബിലെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. അവരിൽ ഹന്ന ഹോസ്റ്റർ എന്ന പെൺകുട്ടിയും അവളുടെ സുഹൃത്തുമുണ്ടായിരുന്നു. ഇരുവരും അവിടെ സമയം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് രാത്രി 10:50 രണ്ട് സുഹൃത്തുക്കളും പബ്ബിൽ നിന്നിറങ്ങി റോഡിലൂടെ നടക്കാൻ തുടങ്ങി. പോർട്സ്വുഡ് എന്ന റോഡിൽ നിന്ന് ഹന്നയുടെ സുഹൃത്ത് ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും ഹന്നയുടെ വീട്ടിലേക്ക് 800 മീറ്റർ മാത്രം അകലമുണ്ടായിരുന്നുള്ളൂ. ഹന്ന വീട്ടിലേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. ഹന്നയുടെ വീടിനെ കുറിച്ച് പറയാം. ഹന്നയുടെ വീട്ടിൽ 3 പേർ താമസിച്ചിരുന്നു. അവളുടെ അച്ഛൻ ട്രെവർ ഹോസ്റ്റർ, അമ്മ ഹിലാരി ഹോസ്റ്റർ, ഇളയ സഹോദരി സാറ. അവരെല്ലാവരും തന്നെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഹന്നയുടെ അമ്മ മകൾക്കായി വീട്ടിൽ ഭക്ഷണം എടുത്തു വെച്ചിരുന്നു. പുറത്തുപോയി വരുമ്പോൾ അവൾ ഭക്ഷണമെടുത്ത് കഴിച്ച് ഉറങ്ങുമെന്ന് അവർ കരുതി. എന്നിരുന്നാലും അന്നും അവർ പതിവ് പോലെ നേരത്തെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ 5 മണിക്കുണർന്നപ്പോൾ വീട്ടിലെവിടെയും ഹന്നയെ കാണാനില്ല. സാധാരണയായി ഹന്ന വീട്ടിലേക്ക് വരാൻ അരമണിക്കൂറിൽ കൂടുതൽ എടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഹന്നയുടെ അമ്മ ഹിലാരി മകളെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഹന്ന കോളുകളൊന്നും എടുക്കുന്നില്ലായിരുന്നു. പിന്നാലെ ഹന്നയുടെ അച്ഛനും ഇളയ സഹോദരിയും ഉണർന്നു. ഹന്നയുടെ അച്ഛൻ ട്രെവർ ഫോസ്റ്റർ കഴിഞ്ഞ രാത്രി ഹന്നയുടെ കൂടെ ഹോബിറ്റ് പബ്ബിൽ പോയ അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നു. പക്ഷേ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞ അതേ കഥ അവൾ ഹന്നയുടെ അച്ഛനോട് പറയുന്നു. പിന്നീട് ഹന്നയെക്കുറിച്ച് അവർ റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തുമൊക്കെ അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 10:30 സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഹന്നയുടെ അച്ഛൻ മകളെക്കുറിച്ച് വളരെയധികം വിഷമിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ പോലീസിൽ പരാതി നൽകാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം സൗത്ത് ആംപ്റ്റൺ പോലീസ് സ്റ്റേഷനിൽ പോയി ഹന്നയെ കാണാതായതായി പരാതി നൽകുന്നു. പോലീസ് അവരുടെ ഭാഗത്തു നിന്ന് ഹന്നയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ തുടങ്ങി. ഹന്നയുടെ ഫോൺ അപ്പോഴും റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസുകാർ ആ വഴിക്ക് ശ്രമിച്ചു നോക്കാൻ തീരുമാനിക്കുന്നു. പോലീസ് മൊബൈൽ ടവറുകൾ വഴി ഫോൺ ട്രേസ് ചെയ്തു. യഥാർത്ഥത്തിൽ ഹന്നയുടെ ഫോണിന്റെ സ്ഥാനം അവളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 20 മുതൽ 25 മൈൽ അകലെയാണെന്ന് കാണിച്ചു. പോലീസ് നിമിഷങ്ങൾക്കകം അവിടെ എത്തി. പക്ഷേ പോലീസ് എത്തിച്ചേർന്നത് ഒരു റീസൈക്ലിംഗ് സെന്ററിലായിരുന്നു. തിരച്ചിലിനൊടുവിൽ അവിടെ നിന്നും ഹന്നയുടെ ഫോൺ അവർ കണ്ടെത്തുന്നു. ഫോണിനൊപ്പം ഹന്നയുടെ ബാഗും അവിടെ നിന്ന് കിട്ടി. പക്ഷേ ഹന്നയെ കണ്ടെത്താനായില്ല. ആ ദിവസം മുഴുവൻ ഹന്നയ്ക്ക് വേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്താൻ തുടങ്ങി. മാർച്ച് 16 സൗത്ത് ആംപ്റ്റൺ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു അജ്ഞാതനിൽ നിന്ന് പോലീസിന് ഒരു കോൾ വന്നു. കുറ്റിക്കാടിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതായി അദ്ദേഹം അവരെ അറിയിക്കുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം ആ വ്യക്തി പറഞ്ഞ സ്ഥലത്തെത്തി. പോലീസ് ആദ്യം ഹന്നയുടെ ഫോട്ടോ കണ്ടെത്തിയ മൃതദേഹവുമായി താരതമ്യം ചെയ്തു. അത് ഹന്ന ഫോസ്റ്റർ ആണെന്ന് അവർ വിശ്വസിച്ചു. തുടർന്ന് ഹന്നയുടെ കുടുംബത്തെയും വിളിച്ചു വരുത്തി. അവരും തന്റെ മകളാണെന്ന് ഉറപ്പിച്ചു. അവരുടെ കുടുംബത്തിലെ ഒരാളെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവളുടെ അച്ഛൻ വികാരാധീനനായി മാറി. എന്നിരുന്നാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ ഞെട്ടിച്ചു. ഹന്നയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ മിസ്സിംഗ് കേസ് ഒരു മർഡർ കേസായി മാറി. എന്നിരുന്നാലും ഹന്നയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കൊലയാളിയുടെ DNA സാമ്പിൾ കണ്ടെത്തി. ഇത് കേസ് ഉടൻ തന്നെ സോൾവ് ആകുമെന്ന് പോലീസ് വിശ്വസിച്ചു. കാരണം DNA സാമ്പിൾ ഡാറ്റാബേസുമായി മാച്ച് ചെയ്താൽ ഉടൻ കൊലയാളിയിലേക്ക് എത്താമെന്നുള്ള പോലീസിന്റെ ധാരണ തെറ്റി. കൊലയാളിയുടെ DNA സാമ്പിൾ അവരുടെ ഡാറ്റാബേസിൽ കണ്ടെത്താനായില്ല. ഇവിടെ പോലീസ് പ്രതീക്ഷ കൈവിടാതെ അടുത്ത പടിയെന്നോണം ഹന്നയുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കുന്നു. വാസ്തവത്തിൽ ഹന്ന അവസാനമായി തന്റെ ഫോണിൽ നിന്ന് 999 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിരുന്നു. ഓപ്പറേറ്റർ കോൾ അറ്റൻഡ് ചെയ്തു. കോൾ 50 സെക്കൻഡ് സമയം നീണ്ടു നിന്നിട്ടുണ്ട്. ഇതറിഞ്ഞ പോലീസ് ഓപ്പറേറ്ററെ സമീപിച്ച് അവിടെ നിന്ന് ഹന്നയുടെ കോൾ റെക്കോർഡിംഗ്സ് ശേഖരിക്കുന്നു. ഓപ്പറേറ്റർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇത് എമർജൻസി ഹെൽപ്പ് ലൈൻ ആണെന്ന് 50 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ മറുവശത്തു നിന്ന് പ്രതികരണമൊന്നും ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഹന്നയുടെ കോളിന്റെ റെക്കോർഡിംഗ്സ് കൂടുതൽ ഡീറ്റെയിൽ ആയി പരിശോധിച്ചപ്പോൾ
അവൾ ചലിക്കുന്നൊരു വാഹനത്തിലാണ് ഇരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. കൂടാതെ ഓപ്പറേറ്റർ കോൾ എടുത്തതിനു ശേഷം ഹന്ന നിശബ്ദമായി ഇരിക്കുമ്പോൾ വേറെ ഒരു മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ ഉച്ചാരണ ശൈലിയിലുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അന്വേഷണ സംഘം ഹന്നയുടെ സുഹൃത്ത് അവസാനമായി അവളോട് വിട പറഞ്ഞ സ്ഥലത്തെ എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കുന്നു. ആ റോഡിലെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം പോലീസ് ഒടുവിൽ സംശയാസ്പദമായ 7 വാഹനങ്ങൾ കണ്ടെത്തി. മറുവശത്ത് ഹന്നയുടെ മാതാപിതാക്കൾ മകളുടെ കൊലയാളിയെ വേഗത്തിൽ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാർച്ച് 26-ന് ഹന്നയുടെ മാതാപിതാക്കൾ ക്രൈം വാച്ച് എന്ന പ്രാദേശിക ക്രൈം TV ഷോയിലൂടെ ആളുകളോട് പരസ്യമായി ഈ 7 വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനിടയിൽ TVയിൽ കാണിച്ചിരിക്കുന്ന 7 സംശയാസ്പദമായ വാഹനങ്ങളിൽ ഒരെണ്ണം തിരിച്ചറിയുന്നു. ആ വാൻ ഹേസൽവുഡ് എന്ന കമ്പനിയുടെ വാഹനമാണെന്ന് കണ്ടെത്തി. അവിടുത്തെ സൂപ്പർവൈസർ ജെയിംസ് ഡെന്നിസ് ആണ് ഈ വാഹനം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഈ വാനിന്റെ ഡ്രൈവർക്ക് സ്വന്തമായി വാഹനമില്ലെന്നും അതിനാൽ അദ്ദേഹം കമ്പനിയിലേക്ക് പോകാനും വരാനും ഈ വാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും കൂടാതെ ഹന്ന കൊല്ലപ്പെട്ട രാത്രിയിൽ ഡ്രൈവർ ഒരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പോയിരുന്നുവെന്നും. തുടർന്ന് പോലീസ് ആ വാൻ പോയ സമയവും സ്ഥലവും പരിശോധിക്കുന്നു. അത് കൃത്യമായി ഹന്ന ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയ സ്ഥലത്തായിരുന്നു. അത് പോലീസിനൊരു നല്ല സൂചനയായി തോന്നി. വാൻ ഓടിച്ചിരുന്ന ആളുടെ പേര് മനീന്ദർ പാൽ സിംഗ് കോഹി എന്നാണ്. കമ്പനിയുടെ സൂപ്പർവൈസറുമായി പോലീസ് സംസാരിച്ചപ്പോൾ മാർച്ച് 15-ന്, അതായത് ഹന്ന കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം രാവിലെ മനീന്ദർ പാൽ ജോലിക്ക് വന്നെങ്കിലും മുഖത്ത് ചില പാടുകളുണ്ടായിരുന്നു. എന്നാൽ തലേദിവസമൊന്നും അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. മാർച്ച് 15-ന് മനീന്ദർ പകുതി ദിവസം മാത്രമേ ജോലി ചെയ്തിരുന്നുള്ളൂ. തുടർന്ന് നടുവേദന കാരണം ഉച്ച കഴിഞ്ഞ് അവധിയെടുത്തു. എന്നാൽ പിന്നീട് ആ ദിവസം മുതൽ മനീന്ദർ ജോലി തിരിച്ചെത്തിയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. സൂപ്പർവൈസർ കൊടുത്ത മൊഴിയനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും ഹേസൽവുഡ് എന്ന കമ്പനിയിലെത്തി. തുടർന്ന് മനീന്ദർ ഓടിച്ചിരുന്ന വാനിൽ ഫോറൻസിക് വിദഗ്ധർ സമഗ്രമായി പരിശോധന നടത്തുന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ചില തെളിവുകൾ കണ്ടെത്താനായി. വാനിന്റെ അകത്ത് രക്തസാമ്പിളുകൾ അവർ ശേഖരിച്ചു. മനീന്ദർ പാലിന്റെ തിരോധാനം, വാനിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് സാമ്പിൾസ് തുടങ്ങിയ എല്ലാ തെളിവുകളും ഉപയോഗിച്ച് അവർ നേരിട്ട് അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. എന്നിരുന്നാലും ഇതിനു പുറമെ പോലീസ് CCTV ക്യാമറകളിലൂടെ മനീന്ദർ പാലിന്റെ വാൻ വീണ്ടും പരിശോധിച്ചു. മാർച്ച് 14-ന് രാത്രി മനീന്ദർ പാൽ തന്റെ വാൻ റീസൈക്ലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും ഹന്നയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വാൻ കടന്നുപോയിട്ടുണ്ടെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. അങ്ങനെ മനീന്ദർ പാൽ ഹന്നയുടെ കൊലപാതകത്തിന്റെ ആദ്യത്തെ സസ്പെക്ട് ആവുന്നു. അതിനാൽ പോലീസ് മനീന്ദർ പാലിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അയാൾ ജോലി ചെയ്തിരുന്ന സാൻഡ്വിച്ച് കമ്പനിയിൽ നിന്ന് ലഭിച്ച വീട്ടിലെ അഡ്രസ്സിലേക്ക് പോലീസ് പോകുന്നു. അവിടെ എത്തിയ പോലീസ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെയും 2 കുട്ടികളെയുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു UK സിറ്റിസൺ ആയിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കേസിന്റെ ഗതിയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒരു കാര്യം പോലീസ് കണ്ടെത്തി. വാസ്തവത്തിൽ മനീന്ദറിന്റെ ഭാര്യ വെളിപ്പെടുത്തുന്നത് മാർച്ച് 18-ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി എന്നാണ്. മനീന്ദറിന്റെ അമ്മയ്ക്ക് അസുഖമായതിനാലാണ് അദ്ദേഹം അവിടേക്ക് പോയതെന്ന് അയാളുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞു. ഹന്ന ഫോസ്റ്റർ കൊലപാതക കേസിൽ മനീന്ദർ പാലിനെ അറസ്റ്റ് ചെയ്യേണ്ടത് സൗത്താംപ്ടൺ പോലീസിന് അത്യാവശ്യമായിരുന്നു. പക്ഷേ അത് അത്രയും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇതിനിടയിൽ മനീന്ദർ പാലിന്റെ മക്കളിൽ ഒരാളിൽ നിന്ന് രക്തസാമ്പിൾ എടുത്ത് അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുമ്പോൾ അത് ഹന്നയുടെ വസ്ത്രങ്ങളിലും അകത്തും കാണപ്പെട്ട DNA-യുമായി പൊരുത്തപ്പെടുന്നു. ഒരു പിതാവിന്റെ ജീനുകളുടെ പകുതിയോളം മകന് പാരമ്പര്യമായി ലഭിക്കുന്നതിനാൽ അച്ഛന്റെയും മകന്റെയും DNA ഏകദേശം 99% സമാനമാണ്. മനീന്ദർ പാൽ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് ഇതിനകം പോലീസ് സ്ഥിരീകരിക്കുന്നു. മനീന്ദർ പാലിന്റെ കുടുംബ വീട് ഇന്ത്യയിലെ ചണ്ഡീഗഡ് നഗരത്തിലായതിനാൽ ഇംഗ്ലണ്ടിലെ പോലീസ് സർക്കാർ വഴി ഇന്ത്യയുമായി ബന്ധപ്പെടുന്നു. അവിടെയുള്ള പോലീസിൽ നിന്ന് സഹായം തേടുന്നു. തുടർന്ന് ചണ്ഡീഗഡ് പോലീസ് മനീന്ദറിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടെത്തി. പോലീസ് അവിടെ എത്തുന്നു. മനീന്ദർ പാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയെ കാണാൻ വന്നിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ 3-4 ദിവസം അവിടെ താമസിച്ചതിനു ശേഷം അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി എന്നും മനീന്ദറിന്റെ അമ്മ പോലീസിനോട് പറഞ്ഞു. ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ മനീന്ദർ പാൽ തലപ്പാവ് ധരിക്കുകയും താടി വളർത്തുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ ഇന്ത്യയിലെത്തിയപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യുകയും ഹെയർ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് മനീന്ദർ പാലിന്റെ വീട്ടിലെ കുടുംബത്തിൽ നിന്ന് പോലീസിന് മറ്റൊരു വിവരം ലഭിച്ചു.
ഹന്നയുടെ മാതാപിതാക്കൾ മകളുടെ കൊലപാതകിയെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അവർ അവനെ പിടികൂടുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചണ്ഡീഗഡ് പോലീസ് മനീന്ദറിനെതിരായി കേസെടുത്തിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൊലപാതകി മനീന്ദറിനെ കുറിച്ചുള്ള വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരാതിരുന്നത് ഹന്നയുടെ മാതാപിതാക്കളെ ആശങ്കാകുലരാക്കി. തങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണോ പോലീസ് ഈ അലംഭാവം കാണിക്കുന്നതെന്ന് പോലും അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇനി തങ്ങൾ എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. അതിനാൽ ഹന്നയുടെ മാതാപിതാക്കൾ കൊലയാളിയെ പിടികൂടാനുള്ള ശ്രമം സ്വയം ഏറ്റെടുത്തു. തുടർന്ന് മകളുടെ മരണത്തിന് ഏകദേശം 15 മാസത്തിനു ശേഷം അവർ ഇന്ത്യയിലേക്ക് വന്നു. അതിനുശേഷം അവർ നേരെ ചണ്ഡീഗഡിൽ വന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിച്ചു. മകളുടെ കൊലയാളിയെ പിടികൂടാൻ അഭ്യർത്ഥിച്ചു. ഹന്നയുടെ മാതാപിതാക്കളുടെ പക്കൽ മനീന്ദറിന്റെ പല രീതിയിലുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. അതായത് മനീന്ദർ താടിയും തലപ്പാവും വെച്ചത്. മറ്റൊരു ഫോട്ടോയിൽ അദ്ദേഹം താടി വടിച്ച് മുടിവെട്ടി. ഈ ചിത്രങ്ങളിലൂടെ മനീന്ദറിനെ തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. ഹന്നയുടെ മാതാപിതാക്കൾ കുറച്ചു ദിവസം കാത്തിരുന്നു. പക്ഷേ പിന്നീടവർ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം അവിടെ ദേശീയ അന്തർദേശീയ മാധ്യമ ഓഫീസുകളുണ്ട്. ഹന്നയുടെ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ലെന്ന് ഹന്നയുടെ പാരന്റ്സ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനം ചെയ്തു. അതിന്റെ ഫലമെന്നോണം മകളുടെ കൊലപാതക വാർത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലുടനീളം എല്ലാ പത്രങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും തലക്കെട്ട് ഹന്ന ഹോസ്റ്റർ എന്നും കൊലയാളി മനീന്ദർ എന്നും വരാൻ തുടങ്ങി. ഇവിടെ ഹന്നയുടെ മാതാപിതാക്കൾ ഒരു സൗജന്യ ഹോട്ട്ലൈൻ കൂടി ക്രമീകരിച്ചു. കൊലപാതകിയെക്കുറിച്ച് അറിയാവുന്ന ആർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ സൗത്താംപ്ടൺ പോലീസ് ദി സൺ എന്ന വാർത്താ ഏജൻസി വഴി മനീന്ദർ പാലിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നയാൾക്ക് 50 ലക്ഷം ഇന്ത്യൻ രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വാർത്ത ഇതിനകം ഇന്ത്യയിലുടനീളം കാട്ടുതീ പോലെ പടർന്നു. 2004 ജൂലൈ 15 പശ്ചിമബംഗാൾ സംസ്ഥാനത്തെ ഡാർജിലിംഗ് നഗരത്തിൽ താമസിക്കുന്ന ഒരു കാർ ഡ്രൈവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ജോലിയിൽ നിന്ന് വിരമിച്ച ആളായിരുന്നു. ഡ്രൈവർ ഓഫീസറെ വിളിച്ച് കുറച്ചു മാസങ്ങളായി ഇവിടെ താമസിക്കുന്ന ഒരാളുണ്ടെന്നും അദ്ദേഹത്തിന്റെ രൂപം ഹന്ന ഹോസ്റ്ററിന്റെ കൊലയാളിയുടെ രൂപത്തിന് സമാനമാണെന്നും പറഞ്ഞു. ഹന്നയുടെ കൊലപാതകം നടന്നതിന്റെ ആ ഒരു മാസത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ കാണാൻ തുടങ്ങിയതെന്ന ഡ്രൈവറുടെ വാക്കുകൾ കേട്ട ആ വിരമിച്ച ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ഈ വ്യക്തിയെ കാണാൻ പുറപ്പെട്ടു. പത്രങ്ങളിൽ വന്ന മനീന്ദറിന്റെ മുഖം അദ്ദേഹം ഓർത്തെടുത്തു. ആ ദിവസങ്ങളിൽ ന്യൂസ് ചാനലുകളിൽ അദ്ദേഹത്തിന്റെ മുഖമടങ്ങിയ വാർത്താക്കുറിപ്പുകൾ ഏറെയായിരുന്നു. അതിനാൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ മുഖം നിറഞ്ഞു നിന്നിരുന്നു. ആ ഡ്രൈവർ പോലീസ് ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ കാണിച്ചു കൊടുത്തപ്പോൾ ഓഫീസർ വളരെ അത്ഭുതപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ ലോക്കൽ പോലീസിൽ ബന്ധപ്പെട്ടു. കെനോങ് ടൗണിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുന്ന ബസ്സിൽ വെച്ച് മനീന്ദർ പാൽ എന്നയാൾ നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായി ലോക്കൽ പോലീസ് കണ്ടെത്തി. TV ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്ത കണ്ടാണ് മനീന്ദർ പാൽ നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതെന്ന് ഒടുവിൽ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. പശ്ചിമ ബംഗാളിൽ മനീന്ദർ പാൽ തന്റെ പേര് മൈക്ക് ഡേവിസ് എന്ന് മാറ്റിയതായും പോലീസിന് മനസ്സിലായി. മനീന്ദറിനെ കൂടാതെ ബസ്സിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നതിനു ശേഷം മനീന്ദർ പുനർവിവാഹം കഴിച്ചതായി വെളിപ്പെടുത്തി. മനീന്ദറിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റഡിയിലിരുന്ന മനീന്ദർ കുറ്റം സമ്മതിച്ചു. തുടർന്ന് ആ രാത്രി ഹന്നയെ എങ്ങനെ കൊലപ്പെടുത്തി എന്നതിന്റെ മുഴുവൻ കഥയും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 2003 മാർച്ച് 14 രാത്രി ഹന്ന കടന്നുപോയ ആ വഴിയിൽ തന്റെ വാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയം താൻ വാനിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി പോകുന്ന ഹന്നയെ കണ്ടത്. ഹന്നയെ കണ്ടപ്പോൾ മനസ്സിൽ മോശം ചിന്തകൾ വരാൻ തുടങ്ങി. അവളെ പിടിച്ചു വലിച്ച് വാനിൽ കയറ്റി. ഹന്ന തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥ അപ്പോഴുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഹന്ന മൊബൈൽ ഡയൽ ചെയ്യുന്നത് കണ്ടത്. മൊബൈലിൽ ആരെങ്കിലും വിളിച്ചാൽ കൊന്നുകളയുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. ആ സമയത്തായിരിക്കും പോലീസ് പറഞ്ഞതുപോലെ ഹന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ മനീന്ദറിന്റെ സാന്നിധ്യം കാരണം അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഓപ്പറേറ്റർ ഇതൊരു മിസ് ഡയൽ ആയിരിക്കാമെന്ന് അപ്പോൾ വിശ്വസിച്ചു കാണും. പിന്നീടാണ് പോലീസ് അന്വേഷിക്കുന്നതും കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നതും. എന്നിരുന്നാലും മനീന്ദർ ഹന്നയെ ഒരു വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. എന്നാൽ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം
ഹന്നയെ ജീവനോടെ വിട്ടാൽ അവൾ പോലീസിൽ പോയി പരാതി നൽകുമെന്ന് അയാൾ വിചാരിച്ചു. അതിനാൽ മനീന്ദർ അവളെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നു. തുടർന്ന് മാർച്ച് 15-ന് ഹന്നയുടെ മൃതദേഹം ഒരു ഒഴിഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെത്തി. പിറ്റേന്ന് നടുവേദനയുടെ പേരിൽ മനീന്ദർ ജോലിയിൽ നിന്ന് പകുതി ദിവസം അവധിയെടുക്കുന്നു. പക്ഷേ ഹന്നയുടെ മൊബൈൽ ഫോണും ഹാൻഡ് ബാഗും അയാളുടെ പക്കലുണ്ട്. അതിനാൽ അയാൾ അവ നഗരത്തിലെ റീസൈക്ലിംഗ് സെന്ററിലെ ഒരു റീസൈക്ലിംഗ് ബിന്നിൽ നിക്ഷേപിക്കുന്നു. തുടർന്ന് അയാൾ തന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി. രോഗിയായ അമ്മയെ കാണാൻ ഇന്ത്യയിലേക്ക് പോകേണ്ടി വരുമെന്നും കുറച്ചു പണം വായ്പയായും ആവശ്യപ്പെടുന്നു. എന്നാൽ സുഹൃത്തിന്റെ കയ്യിൽ മനീന്ദറിന് ആവശ്യമുള്ളത്ര പണമുണ്ടായിരുന്നില്ല. തുടർന്ന് മനീന്ദർ വീട്ടിലേക്ക് മടങ്ങുകയും തന്റെ ബ്രിട്ടീഷ് സിറ്റിസണായ ഭാര്യയോട് തന്റെ അമ്മയ്ക്ക് അസുഖം കൂടിയെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് പോകാൻ കുറച്ച് പണം ആവശ്യമാണെന്നും പറയുന്നു. മനീന്ദറിന്റെ ആവശ്യം മനസ്സിലാക്കുന്ന ഭാര്യ അവളുടെ അച്ഛനോട് സംസാരിക്കുന്നു. അങ്ങനെ മാർച്ച് 17-ന് മനീന്ദറിന്റെ ഭാര്യയുടെ അച്ഛൻ അദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുക്കുന്നു. അടുത്ത ദിവസം തന്നെ മനീന്ദർ ഇന്ത്യയിലേക്ക് ഒരു വിമാനം കയറി. എന്നിരുന്നാലും അവന്റെ അമ്മ പറഞ്ഞത് ഇംഗ്ലണ്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനീന്ദർ ഇന്ത്യയിലെത്തിയതെന്നാണ്. ചണ്ഡീഗഡിൽ മനീന്ദർ എത്തി. തുടർന്ന് തന്റെ അമ്മയെ കാണാൻ പോകുന്നു. പക്ഷേ അവൻ തന്റെ രൂപവും പേരും പൂർണ്ണമായും മാറ്റി. മനീന്ദർ തുടർന്ന് ഡാർജിലിംഗിലേക്ക് പോയി. പിന്നീട് അവൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവൻ അവിടെ താമസിക്കാൻ തുടങ്ങുന്നു. കാരണം ഇന്ത്യയിൽ ആർക്കും ഹന്ന ഫോസ്റ്ററിന്റെ കൊലപാതകത്തെക്കുറിച്ചോ മനീന്ദറിനെ കുറിച്ചോ അറിയില്ലായിരുന്നു. മനീന്ദർ പാലിനെ 15 മാസമായി പിടികൂടിയിരുന്നുമില്ല. പക്ഷേ ഹന്നയുടെ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാത്രമാണ് മനീന്ദറിനെ പിന്നീട് പിടികൂടാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും 2004 ജൂലൈ 28-ന് ഒരു വാർത്താ ചാനലിന് മനീന്ദർ അഭിമുഖം നൽകി. ഹന്നയെ കൊലപ്പെടുത്തിയതിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വിവരിച്ചു. ഹന്ന നടന്നു വന്നതും ആ സമയം അയാൾ വാനിലിരുന്ന് മദ്യപിച്ചതും പിന്നെ അവളെ വാനിലേക്ക് കയറ്റിയതും ഇതെല്ലാം പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നു. തനിക്ക് ഹന്നയെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഹന്ന പോലീസിൽ പരാതിപ്പെടുമെന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ അവളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. എന്നാൽ അവൾ സമ്മതിച്ചില്ല. ആ രാത്രി ഞാൻ പൂർണ്ണമായും മദ്യപിച്ചിരുന്നതിനാൽ തന്നെ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അതെന്നെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. മനീന്ദർ കുറ്റകൃത്യം ചെയ്തു. ഹന്നയെ കൊലപ്പെടുത്തി. എന്നിരുന്നാലും 2004 ഓഗസ്റ്റിൽ മനീന്ദർ തന്റെ പ്രസ്താവന മാറ്റി. ഞാനിതെല്ലാം മനഃപൂർവ്വം ചെയ്തതല്ല, ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് സമ്മതിപ്പിച്ചതാണെന്ന് അദ്ദേഹം മാറ്റിപ്പറഞ്ഞു. മനീന്ദറിനെ ഡൽഹിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് ബ്രിട്ടനിലേക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇതിന് ഏകദേശം 3 വർഷമെടുത്തു. പക്ഷേ ഒടുവിൽ 2007 ജൂൺ 8-ന് കോടതി മനീന്ദറിന് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അനുമതി നൽകി. ഇംഗ്ലണ്ടിൽ ഹാംഷയർ പോലീസ് മനീന്ദറിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് മനീന്ദറിന്റെ രക്തസാമ്പിൾ എടുക്കുന്നു. അത് ഹന്നയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതും അതിനുശേഷം വാനിൽ നിന്ന് ലഭിച്ചതുമായ DNA-യുമായി 100% പൊരുത്തപ്പെട്ടു. 2007 ഡിസംബർ 10 മുതൽ വിഞ്ചസ്റ്റർ ക്രൗൺ കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നു. മനീന്ദർ കുറ്റക്കാരനല്ലെന്ന് അപ്പീൽ നൽകുന്നു. തനിക്കെതിരായ എല്ലാ കുറ്റങ്ങളും മനീന്ദർ കോടതിയിൽ പറഞ്ഞു. ആ രാത്രിയിൽ ചില കുറ്റവാളികൾ വാനിന്റെ ജനൽ ചില്ല് തകർത്ത് ഹന്നയുടെ മൃതദേഹം തന്റെ വാനിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അവർ മദ്യപിച്ചിരിക്കുകയായിരുന്നു. എന്നെ കുടുക്കാൻ ആ കുറ്റവാളികൾ എന്നോട് ഹന്നയെ ബലാത്സംഗം ചെയ്യാൻ നിർബന്ധിച്ചു. തുടർന്ന് അവളെ കൊല്ലാൻ നിർബന്ധിച്ചു. ഹാസൽവുഡ് ഫുഡ് കമ്പനിയിലെ സൂപ്പർവൈസർ ജെയിംസ് ഡെന്നിസ് ആയിരിക്കാം ഇത് ചെയ്തത്. ഞാൻ ജെയിംസിൽ നിന്ന് 16,000 യൂറോ കടം വാങ്ങിയിരുന്നു. കൂടാതെ എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ജെയിംസ് എന്നെ കൊല്ലാൻ ലക്ഷ്യമിടുന്നതെന്നും മനീന്ദർ പറഞ്ഞു. മാർച്ച് 14-ന് രാത്രിയിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ജെയിംസ് ആ 3 പേരെ നിയമിച്ചിരിക്കാമെന്നും ഈ കുറ്റകൃത്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചുവെന്നും മനീന്ദർ കൂട്ടിച്ചേർത്തു. പക്ഷേ ഒടുവിൽ മനീന്ദർ പാലിന്റെ എല്ലാ മൊഴികളും പോലീസ് അന്വേഷിച്ചപ്പോൾ അതെല്ലാം നുണകളാണെന്ന് തെളിഞ്ഞു. ഒടുവിൽ 2008 നവംബർ 25-ന് മനീന്ദർ പാലിനെതിരായ എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 24 വർഷത്തിനു ശേഷമേ പരോൾ അനുവദിക്കൂ എന്നും കോടതി വിധിച്ചു. ശിക്ഷ വിധിക്കുമ്പോൾ അദ്ദേഹത്തിന് 41 വയസ്സായിരുന്നു. മനീന്ദർ പാലിനെ പിടികൂടുന്നതിന് വാഗ്ദാനം ചെയ്ത 50 ലക്ഷം രൂപയിൽ 3,67,000 രൂപ മനീന്ദർ പാലിനെ കുറിച്ച് ആദ്യം പോലീസിനെ അറിയിച്ച ടാക്സി ഡ്രൈവർക്ക് നൽകി. ബാക്കി പണം 12 പേർക്കായി വീതിച്ചു.
കാരണം ടാക്സി ഡ്രൈവർ ജെയ്സൺ ലെബയ്ക്ക് പുറമെ അവരും കേസ് പരിഹരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. എന്നിരുന്നാലും ജെയ്സൺ ആ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങുകയും പിന്നീട് ഫോസ്റ്ററിന്റെ ഓർമ്മയ്ക്കായി ഹന്ന മെമ്മോറിയൽ അക്കാദമി എന്ന പേരിൽ അദ്ദേഹം ഒരു സ്കൂൾ തുടങ്ങുകയും ചെയ്തു. 2006 ഹന്നയുടെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഡാർജിലിംഗ് സന്ദർശിച്ച് അതിലേക്ക് കൂടുതൽ സംഭാവന ചെയ്ത് അവരെ സഹായിച്ചു. ഹന്ന മെമ്മോറിയൽ അക്കാദമി എന്ന് ആ സ്ഥാപനം അറിയപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഇംഗ്ലണ്ടിൽ നടന്ന ഹന്ന ഫോസ്റ്റർ കൊലപാതക കേസിന്റെ പൂർണ്ണമായ കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതുപോലുള്ള യഥാർത്ഥ കുറ്റാന്വേഷണ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി.